എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി. വിവാഹം കഴിഞ്ഞ് വിവാഹമോചനം നടത്തിയ ഒരു വ്യക്തി വീണ്ടും വിവാഹം കഴിച്ചാൽ അതിനെക്കുറിച്ച് വ്യഭിചാരം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ബാലു. കറക്റ്റ് ആയിട്ട് അത് കർത്താവ് പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ ഇവിടുത്തെ ലൈജു പാസ്റ്റർ ഉദാഹരണം എടുക്കാം. നമുക്ക് നമ്മളെയാണല്ലോ മച്ചമ്പി നിങ്ങളുടെ റൂമിലൊക്കെ വന്നിരിക്കുന്ന ലൈജു പാസ്റ്റർ പുള്ളിയാണെങ്കിൽ 2 ഭാര്യമാരെ പരസംഗം കൂടാതെ ഡിവോഴ്സ് ചെയ്തു. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. എന്നിട്ട് പുള്ളി ഒരു ഉപേക്ഷിക്കപ്പെട്ടവളെ കെട്ടി. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. പുള്ളി ഒരു വ്യഭിചാരിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അത് വ്യഭിചാരമാണ്. അപ്പം ഇത് കേട്ടോളൂ. ഇനി സാറ് ചാരായത്തിൽ കടയുടെ മുന്നിൽ ഇട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ബ്രാൻഡി കടയുടെ മുന്നിൽ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നമ്മുടെ ചാടല്ല അച്ഛൻ ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. റൂമിലിരിക്കുന്ന ലൈജു പാസ്റ്റർ പരസംഗം കൂടാതെ 2 ഭാര്യമാരെ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിച്ചു. എന്തിനാ സാറാ അതൊക്കെ ഇവിടെ പറയണേ? പുള്ളിക്കാരൻ ചെയ്തത് വ്യഭിചാരമാണോ അല്ലയോ? അച്ഛൻ റൂമിലിരിക്കുന്ന ആളുടെ ചെയ്തത് വ്യഭിചാരമാണോ അല്ലയോ? ലൈജു ചെയ്തത് വ്യഭിചാരമാണോ അല്ലയോ? പ്രിയപുത്രനെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത് അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല, അച്ഛൻ അറിഞ്ഞില്ല. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിക്കും. എന്റെ ഫോൺ നമ്പർ അതിൽ കിടക്കുന്നുണ്ട്. നമുക്ക് അവനോട് തന്നെ അങ്ങ് ചോദിക്കാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതായത് താങ്കള് ഒരു കല്യാണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇന്നേ വരെ. പിന്നെ താങ്കളെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ലേ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ കഴിവുള്ളവരാണെങ്കിൽ മുകളിലേക്ക് വരും. എന്നോട് കളിക്കാൻ ധൈര്യം വേണ്ടോ? അച്ഛൻ കുഞ്ഞത്തെ പറയാൻ ധൈര്യമുള്ളവരെ ബ്ലോക്ക് ചെയ്തിടാതെ അൺബ്ലോക്ക് ചെയ്തിടാവോ? പറയാൻ ധൈര്യമുള്ള നമ്മുടെ ആന്റോയ് ഉണ്ട്, പക്ഷെ ആന്റോയ് ഇവിടെ ബ്ലോക്ക് ആണല്ലോ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ആന്റോ കുടിയനല്ലേ? താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും പറയണ്ട. ആന്റോ ചോദിച്ച ചോദ്യത്തിന് പോലും താങ്കൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, പരസംഗം കൂടാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ വ്യഭിചാരിയാണോ? അതിനച്ഛൻ ബൈബിൾ വെച്ചിട്ട് എനിക്ക് ഉത്തരം തന്നാ മതി. മദ്യപാനിയായിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തില് അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അന്നേരം ഒഴിഞ്ഞു മാറി, ഇപ്പോഴും ഒഴിഞ്ഞു മാറുന്നു. അതെന്താണ്? അത് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി ഒരു മദ്യപാനികൾ ആയിരിക്കുന്ന ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടിനാ താങ്കളോട് സംസാരിക്കാൻ ഹലോ ഇതാരാണ് ഇത് സംസാരിക്കുന്നത്? ഈയോട് സംസാരിക്കാൻ വന്നിട്ടില്ല. അച്ഛൻ കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കുഞ്ഞ് വിളിച്ചു, അച്ഛൻ കുഞ്ഞിനോട് സംസാരിക്കാൻ വന്നു. അച്ഛൻ കുഞ്ഞിനോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പോകുന്നു. ഓക്കെ, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.